ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് ഗുഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സണ് ടെലിപ്പതിക്കലി നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളോട് നേരിട്ട് പറയാത്തതും എന്നാൽ ഒരു മനസ്സിൽ വളരെ വേദനയോടെ കൊണ്ടു നടക്കുന്നതും നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ചില ബ്ലോക്കേജസ്, ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ചില ജോബിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, തേർഡ് പാർട്ടീസ് ഞാൻ കാണുന്നുണ്ട് സിറ്റുവേഷൻ. ഓൾറെഡി എൻ്റെ റീഡിങ്സ് ഇപ്പോൾ കുറച്ച് ദിവസം റീഡിങ്ങിൽ ഭയങ്കര തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, മേ ബി ഫിനാൻഷ്യൽ, കരിയർ അല്ലെങ്കിൽ ലേഡിയുടെ പ്രസൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ ഒരു തേർഡ് പാർട്ടി, ഒരു പേഴ്സണിൻ്റെ പ്രസൻസ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാരണങ്ങളാൽ നിങ്ങളടുത്തോട്ട് വരാൻ പറ്റാതെ, അടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരിതുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്, പക്ഷെ അവരവിടെ പെട്ടുപോയൊരവസ്ഥയിൽ എന്തൊക്കെ കാരണത്താൽ അവരങ്ങ് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഓക്കെ, അവരുടെ ചുറ്റും എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തതുപോലെ ഭയങ്കരമായിട്ട് സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണം എന്നറിയില്ല. നിങ്ങളിൽ നിന്നുണ്ടായിരുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതെല്ലാം അവർ തന്നെ മനസ്സിൽ നിന്ന് അവരായിട്ട് തന്നെ നശിപ്പിച്ചു. എനിക്കത് ചെയ്തതിൽ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്, ഞാനതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട്, പഴയതുപോലൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അതൊന്നും നേരിട്ട് മുഖത്ത് നോക്കി പറയാനോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ പറ്റാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പലരും മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പറ്റി അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാതെ സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചിട്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് മെയിൻലി. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ടെലിപ്പതിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ആ ഒരു പേഴ്സണിന് നിങ്ങളുടെ അടുത്തേക്ക് വരണം, പക്ഷെ പറ്റുന്നില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ട്, ആ ഒരു പേഴ്സണിനെ അലട്ടുന്നുണ്ട്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നൊരു കാര്യം, എങ്ങനെയായിരുന്നു ഞാൻ പഴയതുപോലെ അതിൽ നിന്നും കൂടുതലായിട്ട് എനിക്ക് എല്ലാ സ്ട്രെങ്ത്തും കറേജും ഒക്കെ ചെയ്തിട്ട് എനിക്കുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നിലേക്ക് തിരിച്ചു വരുന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സമയം വേണം. എനിക്ക് എടുത്തു ചാടി എൻ്റെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നുണ്ട്, നിങ്ങളുമായിട്ട് പഴയതുപോലെ സ്നേഹിച്ച് നല്ലപോലെ ജീവിക്കണം എന്നുണ്ട്, ഹാപ്പി എവർ ആഫ്റ്റർ ആയിട്ട് കഴിയണം എന്നുണ്ട്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു നിലവിൽ എന്ത് ചെയ്യണം എന്നറിയെങ്കിൽ പോലും മുന്നോട്ട് അവർക്കറിയാം എല്ലാ കാര്യങ്ങളും ശരിയാവും, എൻ്റെ മുന്നിലൊരു വെളിച്ചം വരും, തൽക്കാലം ഗോ ടു ദ ഫ്ലോ പോട്ടെ, അങ്ങനെ ഒരു വിധത്തിൽ അങ്ങ് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായിരിക്കും, അവരുടെ എന്തെങ്കിലും ഒരു പ്രസൻസ് കിട്ടിയല്ലോ എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. നിങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ എന്ന് അറിയത്തില്ല. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഞാൻ തിരിച്ച് വരുന്നുണ്ട്, ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ കുറച്ച് പേർക്ക് ഇങ്ങനെ മനസ്സിൽ കാണുമായിരിക്കാം. പക്ഷെ ഇനി വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. എൻ്റെ ഒരു സിറ്റുവേഷൻ, ഞാൻ നിൽക്കുന്നത് എന്തുമാത്രം ഒരു തീയിലാണെന്ന് എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന രീതിയിൽ അത്രത്തോളം തേങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, ഒരിടയ്ക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാതെ പോലും അവരെ ഈ പറഞ്ഞതുപോലെ എല്ലാം ഉപേക്ഷിച്ച് അവർ എങ്ങോട്ടേക്കോ പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇപ്പോഴവരുടെ മനസ്സിൽ എല്ലാം ശരിയാവും, ഒരു കറേജ് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടും, തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ അതിന് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു പേഴ്സണിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അതുമാത്രമാണ്. ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കറേജ് കൊടുക്കുക.
ഓക്കെ, നിങ്ങൾ എന്തുമാത്രം നല്ലപോലെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ കൂടുതലും പറയുന്നത് ലൈഫിലേക്ക് ആ പേഴ്സൺ വരുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണും. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ളവർ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഒന്നും വേണ്ടി വരത്തില്ല. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അവർക്ക് വേണ്ടതും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്, വേറൊന്നുമല്ല. അവരുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു, അവർക്ക് വരണ്ട എന്നുള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എവിടെ നിന്ന് ഒരു സ്ട്രെങ്ത് കിട്ടിയതുപോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയാൻ അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീഡിങ്സ് ഇടുന്ന സമയത്ത്, വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് കമൻറ്റിൽ വന്ന് ചോദിക്കാറുണ്ട്, ഇതെല്ലാം സുഖിപ്പിക്കും പോലെയാണല്ലോ പറയുന്നത്, എന്തുകൊണ്ടിത് അല്ലാതെ എന്നുള്ള രീതിയിൽ. എനിക്ക് എന്താണോ കാർഡിൽ കാണുന്നത് ആ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് മേ ബി സൂചിപ്പിക്കാനാണോ അല്ലയോ എന്ന് ഞാനവിടെ നോക്കാറില്ല. ഇപ്പോൾ അല്ലാതെ ഞാൻ തേർഡ് പാർട്ടി റീഡിങ് ഇടാറുണ്ട്. അതിൽ ഞാൻ ഡയറക്റ്റായിട്ട് ആ ഒരു പേഴ്സൻ്റെ കൂടെ നിൽക്കുകയാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഓപ്പണായിട്ട് തന്നെ പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള റീഡിങ്സും ഉണ്ട്. ഓക്കെ, റെസണേറ്റ് ആവുന്നവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നിനെ റെസണേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ ഇത് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. ഇതിൽ കുറേ പേരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, നല്ലപോലെ അട്രാക്റ്റ് ചെയ്യാം. കാരണം അവരുടെ മനസ്സിൽ നിങ്ങളിത് പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. അവർക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നും അറിയത്തില്ല. അതുകൊണ്ട് വല്ലാത്തൊരു വേദനയേറെ നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പം എനിക്കറിയത്തില്ല, ഒരു ടെലിപ്പതിക്കലി ഒരു മെസ്സേജാണ് ഞാൻ കണ്ടത്. എന്തോ നിങ്ങളോട് ഒരുപാട് പറയണം, നിങ്ങളോട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവണം. ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അവരൊന്ന് ടെക്സ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷെ അവർക്കതിന് പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ടെലിപ്പതിക്കലി ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് നമുക്ക് നോക്കാം. അതിലും കാണിക്കുന്നത് വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞ് നല്ലപോലെ സംസാരിക്കുക. തിരിച്ചു വരുന്ന സമയത്ത് ഒരു വഴക്ക്, ഒരു പ്രശ്നങ്ങൾ അങ്ങനെയുള്ളൊരു ഇതിലൊന്നും നിൽക്കരുത്. നിങ്ങളെ തന്നെ ഇപ്പോൾ തൽക്കാലം സ്നേഹിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആ ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഈ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നടക്കുന്നുണ്ട്. നിങ്ങളൊരു ലെസൺ ഓൾറെഡി കിട്ടി. ഓക്കെ, ഇനി നന്നായിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക തിരിച്ചു വരുന്ന സമയത്ത്. ഓക്കെ.